ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തിലെ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ ഇന്ന് നോക്കുന്നത്. ജാനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസ് ജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ്. ഇതേ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസായിരുന്നു ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ. അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസ് ജയം വനിതാ ഏകദിനത്തിൽ ഏറ്റവും ഉയർന്ന വിജയമാണ്. ഇതേ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസായിരുന്നു ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കി ബ്രിട്ടൻ. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കി ബ്രിട്ടൻ. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുഗിയോൾ അറസ്റ്റിലായി. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡന്റാണ് അദ്ദേഹം. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച്മെൻറ്റ് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുഗിയോൾ അറസ്റ്റിലായി. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡന്റാണ് അദ്ദേഹം. ഇനി INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാഗ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാഗ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന് കേട്ടോ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷന് ഉള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ, അതായത് കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി കേട്ടോ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായിട്ടുള്ള ഹോപ്പ് പുറത്തിറങ്ങി. ഇന്ത്യയുടെ ടാങ്ക് വേഡ ഗൈഡഡ് മിസൈലായ നാഗ് മാർക്ക് 2ൻ്റെ പരീക്ഷണം വിജയം. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ നാഗ് മാർക്ക് 2ൻ്റെ പരീക്ഷണം വിജയം. നവാഫ് സലാമിനെ ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് പ്രസിഡന്റ് ജോസഫ് ഔൻ നാമനിർദ്ദേശം ചെയ്തു. നവാഫ് സലാമിനെ ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഔൻ നാമനിർദ്ദേശം ചെയ്തു. ഇനി പത്മ പുരസ്കാരങ്ങളാണ് കേട്ടോ നോക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, ദുവൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി രജനീകാന്ത് ലഖിയ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ, L സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മ വിഭൂഷൺ ബഹുമതി ലഭിച്ചു.
മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, ദുവൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗേഹർ, കുമുദിനി രജനീകാന്ത് ലഖിയ, ഉസാമു സുസുക്കി, ശാരദ സിൻഹ, L. സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ് നടൻ അജിത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവർ ഉൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷണം ലഭിച്ചു കേട്ടോ. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ് നടൻ അജിത്ത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവർ ഉൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. പ്രേം നസീർ പുരസ്കാരം നടി ഷീലയ്ക്ക് കേട്ടോ. പ്രേം നസീർ പുരസ്കാരം നടി ഷീലയ്ക്ക് 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതികവിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതികവിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ DeepSeek കേട്ടോ. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ DeepSeek. പ്രമുഖ സിനിമാ സംവിധായകൻ ഷാഫി അന്തരിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയും തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി D. ഗുകേഷ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി D. ഗുകേഷ്. ക്വാലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ. ക്വാലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യമെഴുതി ഗിന്നസ് റെക്കോർഡിട്ട മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഇതിനായി 14,505 പന്തുകൾ ഉപയോഗിച്ചു. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യമെഴുതി ഗിന്നസ് റെക്കോർഡിട്ട മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഇതിനായി 14,505 പന്തുകൾ ഉപയോഗിച്ചു. പട്ന
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സ്ഥാനമേറ്റു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസിന്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസിന്. ഫൈനലിൽ ബലറൂസിൻ്റെ ആര്യാന സബലെങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസിന്. ഫൈനലിൽ ബലറൂസിൻ്റെ ആര്യാന സെബലെങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. US, റഷ്യ, ചൈന എന്നിവയാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25 രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25 രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ ആയിരുന്ന വി. ഗീതയെ നിയമിച്ചു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ ആയിരുന്ന വി. ഗീതയെ നിയമിച്ചു. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയ മാറ്റിവയ്ക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവയ്ക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ഹൃദയം മാറ്റിവയ്ക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവയ്ക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായ 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടങ്ങി. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ തുടങ്ങി. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തെലുങ്കാനക്കാരിയായി തൃഷ. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തെലുങ്കാനക്കാരിയായ തൃഷ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെന്നിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരം. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെന്നിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്